ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറില്ലേ? അതും അല്ല, ആർക്കാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അറിയാത്തത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ എന്തിനാ ഇപ്പോൾ ഇഡ്ഡലിയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നതെന്ന്? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ അമ്മച്ചിമാർ ഇഡ്ഡലി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാമോ? അതിനൊരു പ്രത്യേക രുചിയാണ്, അതിന് നല്ല മണമുണ്ട്, ഒരു ചെറിയ എരിവുണ്ട്. പിന്നെ അവരുണ്ടാക്കുന്നത് വാഴയിലയിലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഇഡ്ഡലി കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയാമോ? അങ്ങനെ ഒരു ഇഡ്ഡലിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുതുതായിട്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇഡ്ഡലിക്ക് മെയിനായിട്ട് വേണ്ടിയ സാധനങ്ങളെന്ന് പറയുന്നത് പച്ചരിയും ഉഴുന്നുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പച്ചരി. ഇത് കടകളിൽ ഇഡ്ഡലി റൈസ് എന്ന് പറയുന്ന പേരിൽ കിട്ടും. നിങ്ങൾക്കത് വേണമെങ്കിൽ അങ്ങനെ ഉള്ള അരി വാങ്ങിക്കാം, അല്ലെങ്കിൽ സാധാരണ പച്ചരി ഉപയോഗിക്കാം. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്ന്. ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ ഈ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള ഉഴുന്നായിരിക്കും എപ്പോഴും ഇഡ്ഡലിക്ക് കൂടുതലും മയം തരുന്നത്. പിന്നീട് വേണ്ടിയത് കുറച്ച് വെള്ളയാവൽ അല്ലെങ്കിൽ ചോറ്, പിന്നീട് ഒരല്പം ഉലുവായി. ഇവിടെ 2 ബൗള് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബൗളാണോ അല്ലെങ്കിൽ കപ്പാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 2 ബൗള് പച്ചരിയും 1 ബൗള് ഉഴുന്നും, ഇപ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സെയിം ബൗളിൻ്റെ തന്നെ 1/2 കപ്പ് അവൽ അല്ലെങ്കിൽ ചോറെടുക്കുകയാണെങ്കിൽ 1 കപ്പ് ചോറെടുക്കുക. പിന്നീട് ഈ ഉലുവായും. ആദ്യം ഈ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 5 മണിക്കൂറോ 6 മണിക്കൂറോ കുതിർക്കാനായിട്ട് വയ്ക്കണം. അതുപോലെ ഈ അവലും കുതിർക്കാനായിട്ട് വയ്ക്കണം, അതുപോലെ തന്നെ ഉലുവായും. പിന്നീട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ അരി ഉഴുന്നും അരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണയായിട്ട് നമ്മൾ അരി ഉഴുന്നും മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഈ മാവ് നന്നായിട്ടങ്ങ് ചൂടാകും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് അത്രത്തോളം ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അരിയോ ഉഴുന്നോ കുതിർത്തതിന് ശേഷം ആ അരി ഉഴുന്നും ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ അരി ഉഴുന്നും അരച്ചെടുക്കുക. ഇനി നമുക്കത് ഈ തണുത്ത വെള്ളത്തിൽ ഈ അരി ഉഴുന്നും അരച്ചെടുക്കാം. ഇപ്പോൾ കുതിർത്ത ഉഴുന്നും ഉലുവായും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ഉപയോഗിക്കരുത്. ഇപ്പോൾ കുതിർത്ത അരിയും അവലും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ഒരു ചെറിയ തരിപ്പായതായാലും നല്ലതാണ്. കൂടുതൽ വെള്ളം കൂട്ടി അരയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ അരച്ച ഉഴുന്നും അരിയും നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മണവും രുചിയുമുള്ള ഇഡ്ഡലിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം.
ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കാം. കണ്ടില്ലേ, നല്ലതായിട്ട് മാവ് പൊങ്ങി വന്നേക്കുന്നേ. ഇനി നമുക്ക് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ രുചിയും മണവും ഒക്കെ തരുന്ന സാധനങ്ങൾ. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയ പച്ചമുളക്. ഇപ്പോൾ എരിവുള്ള പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, എരിവില്ലാത്ത പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എരിവില്ലാത്ത പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഇതിൻ്റെ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം, ഒരു തണ്ട് കറിവേപ്പില, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇത് നമുക്ക് ഇതിലേക്കങ്ങ് ചേർക്കാം. പിന്നെ ഒരു കാര്യം, കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഈ ഇഡ്ഡലിക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം, ഈ എരിവൊന്നും ചേരാതെ അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ടങ്ങ് ഇളക്കുക. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിക്കൊള്ളണം. ഇങ്ങനെ ചേർത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് പണ്ട് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പിന്നീട് എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ സാധാരണ ഇഡ്ഡലിയാണ് ഇപ്പം നമ്മളൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വാഴയിലയിലാണ്. ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ വാഴയില എടുത്ത് വാട്ടി ഇങ്ങനെ ഓരോ കുഴിയിലും ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇപ്പം ഇങ്ങനെ ഇതുപോലെ മുറിക്കണമെന്നൊന്നും ഇല്ല, ചെറിയ വാഴയില എടുത്തിട്ട് വാട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ കൂട്ടും ഒക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും കൂടെ മണം വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു രുചിയാണ്. നമുക്ക് അങ്ങനെയൊന്ന് ഉണ്ടാക്കാം ഇന്ന്. ഇപ്പം വാഴയില ഞാൻ ഇതുപോലെ വാട്ടിയെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണയും തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചെമ്പിലേക്ക് ഈ തട്ടങ്ങ് വയ്ക്കാം. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ, ഞാൻ എങ്ങനെയാണ് ഈ അപ്പച്ചെമ്പിൽ ഈ വാഴയിലയിൽ ഇങ്ങനെ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും ചെയ്യാം. 2 തട്ടിലും മാവ് ഞാൻ കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാം. 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇഡ്ഡലി വെന്ത് കിട്ടും, നമുക്ക് അപ്പോഴത്തേക്ക് മാറ്റാം. ഇപ്പോൾ ഇഡ്ഡലി വേകാൻ വെച്ചിട്ട് 8-9 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇഡ്ഡലി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഈ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഇഡ്ഡലിയൊക്കെ ഒരുമാതിരി തണുത്തിട്ടുണ്ട്, നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല മണമാണ് കേട്ടോ ഈ ഇഡ്ഡലി കഴിക്കാനായിട്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോരുകയും ചെയ്യും. നമ്മളിങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എന്ത് മണമാണെന്നറിയാമോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയാമോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഇഡ്ഡലി എന്ത് സോഫ്റ്റ് ആണെന്ന്. നോക്കിക്കേ, വളരെ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയതെന്ന്. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും. കാരണം ആ വാഴയിലയുടെ മണവും പിന്നെ ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവറും ഒക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് രുചിയാണെന്ന് അറിയാമോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.